കേരളത്തിലുള്ള 5 പ്രൊവിൻസിന്റെ സുപ്പീരിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രവർത്തകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആന്ധ്ര സ്വദേശം പത്തനംതിട്ടയാണ്, കോട്ടയമാണ് ഹെഡ് ഓഫീസ്. ഇപ്പോൾ കാനോനിക്കൽ വിസിറ്റ് എന്ന് പറഞ്ഞ് ഈ പ്രൊവിൻസിലുള്ള എല്ലാ കോൺവെന്റുകളും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയാണ്. അങ്ങനെ ഇന്നലെ മരിയാഭവനിൽ വന്നു, ഇനി ഇത് കഴിഞ്ഞ് ആലപ്പുഴയിൽ പോകും, പിന്നെ പത്തനംതിട്ട പല സ്ഥലങ്ങളിലേക്ക് പോവാണ്. ടീച്ചർ, പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട സപ്പോർട്ടിംഗ് സ്റ്റാഫ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇങ്ങനെയാണ് പറയുന്നത്. ഓരോ അരിയുടെ മുകളിലും എഴുതി വച്ചിട്ടുണ്ട് ആരാണ് അത് ഭക്ഷിക്കേണ്ടത് എന്ന്. ഞാനിവിടെ നിൽക്കുന്നത് സത്യത്തിൽ ഒരു ആക്സിഡൻ്റലായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. മാത്യൂസ് മാർ അത്തനാസ്യോസ് മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഈ വർഷത്തെ പ്രത്യേകിച്ചും സയൻസ് എക്സിബിഷൻ ഇന്ന് ആരംഭിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സദുദ്യമത്തിൽ പങ്കുചേരാനായി ദൈവം എന്നെ നിയോഗിച്ചു എന്നുള്ളത് ഞാൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരിച്ചറിയുകയാണ്. സീതത്തോട് പഞ്ചായത്തിലാണ് ഈ സ്കൂള്. 1995 ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ നിന്ന് ഇന്ന് 220ഓളം കുഞ്ഞുങ്ങൾക്ക് അക്ഷര വെളിച്ചം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മഹത്തായ സ്ഥാപനമാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയ വലിയ സമ്മാനമാണ്. അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. പ്രത്യേകിച്ച് പേരൻസിനോട് അതാണ് എനിക്ക് പറയാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ഫോർമേഷൻ, ഒരു കുഞ്ഞിന് കിട്ടേണ്ട ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇൻ്റലക്ച്വൽ ഫോർമേഷൻ, ബൗദ്ധികമായ ഒരു രൂപീകരണം ആവശ്യമാണ്. അതുപോലെ തന്നെ മെൻ്റൽ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആവശ്യമാണ്. ഒരു സ്പിരിച്വൽ ഫോർമേഷൻ ആവശ്യമാണ്. ഈ സമൂഹത്തിന് നന്മയായിട്ട് തീരുവാനുള്ള കാര്യങ്ങൾ കുഞ്ഞുമക്കൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ കുഞ്ഞുമക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ കാണുന്നു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും. ഈ സയൻസ് എക്സിബിഷൻ ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ കുരുന്ന ജീവിതങ്ങളിൽ ഉള്ള ചിന്തകൾ, ഇൻസ്പിറേഷൻസ്, ഇൻസൈറ്റ്സ് ഇതൊക്കെ ഈ നിങ്ങളുടെ ഈ ഇൻസ്ട്രുമെന്റ്സിലൂടെയൊക്കെ പ്രകടമാകും. നമ്മുടെ ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ സിസ്റ്റർമാരെ, ഈ വർഷത്തെ എക്സിബിഷൻ കഴിഞ്ഞ വർഷം നടന്നതാണ്. ഈ വർഷത്തെ എക്സിബിഷൻ ഏറ്റവും മനോഹരമാക്കി തരാനായിട്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ പ്രിൻസിപ്പലിന്റെ പേരിൽ വളരെയധികം കഴിവ് വ്യക്തം ചെയ്തു. കുഞ്ഞുങ്ങൾക്കും ഒരു അവസരത്തെ മുഹൂർത്തമാക്കി മാറ്റിയിരിക്കണം.
വെള്ളം ഒഴുകി വരുമല്ലേ മഴ. ഈ നാരങ്ങ നീര് ഒഴിക്കുക മഞ്ഞ കളർ തന്നെ ആയിരിക്കും. അത് ശരി. അല്ലേ നല്ല സ്പീഷ്യസ് ആണ്. പിന്നെ പിള്ളേരുടെ വേഗലൊക്കെ നല്ല ഭയങ്കര. ഞങ്ങളുടെ PTA പ്രതിനിധിയായ ബിനോയ് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളിലും സഹകരിക്കുകയും ലൈവ് ടെലികാസ്റ്റിംഗ് ഒക്കെ ചെയ്തു തന്ന് സ്കൂളിനോട് വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ബിനോയോട് ഞങ്ങളുടെ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാം ഏറ്റവും വിജയകരമാക്കാൻ സഹായിച്ച എല്ലാ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടുമുള്ള നന്ദി സ്നേഹിക്കുന്നു. നമ്മുടെ ഈ സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പൊ 30 വർഷം ആകുകയാണ്. ഈ 30 വർഷം ഈ സ്കൂള് ഇത്രത്തോളം വളരാനായിട്ട് സാധ്യമാക്കിയ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ദൈവാനുഗ്രഹം ഇല്ലാതെ ഇതൊന്നും നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ സ്കൂൾ ഇത്രത്തോളം നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധ്യമായി. അനേകരുടെ കഷ്ടപ്പാടുകളുണ്ട്, അനേകരുടെ പ്രയത്നങ്ങളുണ്ട്, പരിശ്രമങ്ങളുണ്ട്. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ 210 കുഞ്ഞുങ്ങളുണ്ട്. പ്ലേ ക്ലാസ് മുതൽ ഇപ്പോൾ 6ാം ക്ലാസ് വരെ ഉണ്ട്. അതുപോലെ തന്നെ 10 സ്റ്റാഫുണ്ട്, അധ്യാപകരുമായിട്ട് നല്ല കഴിവുള്ള അധ്യാപകരുണ്ട്. കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ അവരുടെ ആത്മീകമായ, ഭൗതികമായ, മാനസികമായ, ബൗദ്ധികമായ വളർച്ചയ്ക്ക് വേണ്ട എല്ലാവിധമായ പിന്തുണ നൽകുന്ന അധ്യാപകരാണ്. അവരുടെ നല്ല വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് എക്സിബിഷൻ നമ്മൾ നടത്തിയത്. അങ്ങനെ നടത്തിയ സമയത്ത് ഇതെന്താണെന്നൊക്കെയുള്ളതിനെ കുറിച്ചൊരു ആശങ്ക, എന്താകുമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു ആശങ്ക പേരൻസിനും ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം സാധിച്ചു. ഈ വർഷം കുറച്ചും കൂടെ വൈഡായിട്ട്, കുറച്ചും കൂടെ എക്സ്റ്റാബ്ലിഷ് ആയിട്ട്, നമുക്ക് സ്പേഷ്യസ് ആയിട്ടൊക്കെ അത് ക്രമീകരിക്കാനിടയായി. എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ പ്രോജക്റ്റിന് മുമ്പിൽ നിന്ന് അതിനെക്കുറിച്ച് വിവരിക്കാൻ അല്ലെങ്കിൽ അവരുടേതായ പ്രോജക്റ്റിനെ പരിചയപ്പെടുത്താനുള്ളതായ സ്പേസ് നമുക്ക് കൊടുക്കുന്നു. അതുപോലെ ധാരാളം പേരൻസ് ഇവിടെ ഉണ്ട്. നമ്മുടെ പള്ളിയുടെ മെമ്പേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമുക്ക് ദിനാഗ്രേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ നമ്മൾ അതിശയിപ്പിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവർക്കൊക്കെ ഇത്രയും കഴിവുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. ഭാവിയുടെയൊക്കെ വലിയ വാഗ്ദാനങ്ങളാണ്.
അതുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് അഭിനന്ദിക്കാം, ഇവിടെ പഠിക്കുന്ന പേരൻസിനെ സ്കൂളിനൊക്കെ അഭിനന്ദിക്കാം. അതിന്റെ വളരട്ടെ, ഈ ദേശത്ത് അഭിമാനം വയ്ക്കാവുന്ന ഒരു സ്കൂളായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ടെലികാസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ സ്കൂളിന്റെ എല്ലാ PTA പ്രതിനിധിയാണ് എല്ലാ പ്രോഗ്രാമിനും വന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ അത് ടെലികാസ്റ്റ് ചെയ്ത് തരാറുണ്ട്. പ്രത്യേക നന്ദി ഇതിനോട് അറിയിക്കും. സ്കൂളിന്റെ അനുഭവം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പുറം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ചെയ്യാൻ കഴിയും. അടിപൊളി, പിള്ളേരെല്ലാം നല്ലതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സിബിഷൻ ആയിരുന്നു. ഈ അച്ഛൻ വന്ന് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു എക്സിബിഷൻ ക്രമീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരു പടിയൂടെ നല്ലതായിരുന്നു. കുഞ്ഞുങ്ങളുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ പറ്റി. അതുപോലെ മാതാപിതാക്കളുടെ സപ്പോർട്ടും അതുപോലെ ഇത് കാണുവാൻ വേണ്ടി അനേകം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സിബിഷനാണ്. കൊച്ചു സ്കൂളിൽ തന്നെയാണ് ഇത്രയും പിള്ളേരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിമനോഹരമാണ്. അവരവരുടെ കഴിവനുസരിച്ച് അവരുടെ കഴിവിൽ ഉപരിയായിട്ട് കേട്ടോ. പേരൻസിനുള്ള നന്ദിയുണ്ട്, ടീച്ചേഴ്സിനുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യണമല്ലോ. ഭയങ്കര രസമായിരുന്നു. ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ട് ഈ വർഷം സ്കൂളിൽ ഇങ്ങനെ വരുന്നത് കാണാനായിട്ട്. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. പിള്ളേരെല്ലാം നല്ലപോലെ പെർഫോമൻസ് ചെയ്തു. പിള്ളേരുടെ കഴിവുകൾ ഇങ്ങനെ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കാതെ ഇതൊക്കെ പുറത്ത് കാണിക്കാൻ ഒരു അവസരം കൊടുത്ത അച്ഛനോടും സ്കൂൾ മാനേജ്മെൻറ്റിനോടുമുള്ള നന്ദി പറയുന്നു, ടീച്ചേഴ്സിനോടും.
you.